ടൈലുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ 80,000 സ്ക്വയർ ഫീറ്റിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈൽ ഷോറൂം ഇതാ. ഒരു വീട്ടിലേക്ക് വേണ്ട മൊത്തം ടൈലുകൾ 65,000 രൂപക്കാണ് നമ്മൾ കൊടുക്കാൻ കജാരിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ. കോഷയ്ക്ക് വെറൈറ്റി ടൈൽസുകൾ മാത്രമേ ഉള്ളൂ. അതെ, സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈൽസുകളൊന്നും ഇവർക്കുള്ളതല്ല. ഇവർക്ക് വെറൈറ്റി കളക്ഷൻസ് മാത്രം. ടൈലിലാണോ ഇത് മാർബിളിലാണോ എന്ന് എനിക്കൊരു സംശയം. അത് ടൈല് തന്നെയാണ്. എല്ലാ മതസ്ഥരുടെയും പിക്ചേഴ്സുകൾ അവൈലബിൾ ആണ്. ഒരു ടൈം ഇട്ട് വരുവാണെങ്കിൽ കസ്റ്റമർ ശരിക്കും എൻജോയ് ചെയ്ത് ഫീൽ ചെയ്ത് പോകാനുള്ള പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ. നമ്മൾ അടുത്തേക്ക് അങ്ങ് വരുമ്പോൾ താനെ ഇതങ്ങ് ഓപ്പൺ ആവും. അതാണ് ഇതിന്റെ സിസ്റ്റം. സിംബോളയുടെ ഈ സ്റ്റുഡിയോയുടെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ്. 4,000+ സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് ഗ്ലോസി ആണ്. ഇത് പെപ്പർ മാറ്റ്. ഇതിൽക്കൊന്നും ഫീൽ ചെയ്ത് കുറച്ചുകൂടെ ഗ്രിപ്പുണ്ട്. ഇത് കുറച്ചുകൂടെ ഗ്രിപ്പ് കൂടെ അല്ല. ഈ സെയിം ടൈൽസ് തന്നെ 4 ഫിനിഷിംഗിലും ഉണ്ട്, 4 സൈസിലും അവൈലബിൾ ആണ്. ബാക്കിൽ ലൈറ്റ് കൊടുത്താൽ ഇത് കത്തുന്നത് പോലെ നമുക്ക് കാണാം. ആ ഒരു ഐറ്റം ആണ് ഇത് അല്ലേ. ഇത് ടൈല് വന്നിരിക്കുകയാണ്. ഇപ്പൊ കോളർ, ഗ്രോഹെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ജാഗ്വാർ, കറോവ്, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ബ്രാൻഡായ നോവക് സെറാമിക്സ്. ഇത്രയും ബ്രാൻഡുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒരു കിച്ചൺ ഇവിടെ അങ്ങ് സെറ്റ് ചെയ്തു, ഫുൾ ടൈലിൽ അങ്ങ് സെറ്റ് ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, ടൈല് വാങ്ങാൻ പോയാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ടൈലില്ല എന്നുള്ള ഒരു അവസ്ഥ ഇനി ഉണ്ടാവില്ല. ടൈലുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ 80,000 സ്ക്വയർ ഫീറ്റിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈൽ ഷോറൂം ഇതാ പാലായിൽ വന്നിരിക്കുകയാണ്. അതെ, കൊച്ചിൻ സാനിയറിന്റെ ഏറ്റവും പുതിയ ഷോറൂം. നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു സ്ഥാപനമായിരുന്നു. ടൈലുകളും സാനിറ്ററിയുടെയും ഏറ്റവും വലിയ കളക്ഷൻ ഇന്നിതാ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ഇതുപോലുള്ള പുതിയ ഷോറൂമുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങൾക്ക് വേണ്ടി തരണ്ടേ? 65,000 രൂപക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ടൈലുകളുമാണ് ഈ ഒരു ഓഫറിലൂടെ വരുന്നത്. കൂടുതൽ ഡീറ്റെയിലുകൾ നമുക്ക് ചോദിച്ചറിയാം. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ. കൊച്ചിൻ സാനിവെയറിൽ വന്നു കഴിഞ്ഞാൽ സുനേഷ് സാറിനെ കാണാം. നമസ്കാരം. നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ഇത്. അവർ ടൈൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടില്ല. പെട്ടെന്ന് അങ്ങ് ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് അങ്ങ് പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. എത്ര കളക്ഷൻ ഉണ്ട് ഇവിടെ? കളക്ഷൻ കടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂമാണ്. അതെ, കളക്ഷനിൽ തെറ്റില്ല, നല്ല കളക്ഷൻസ് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതെ, ഞാൻ കണ്ടു. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം എന്ന് പറഞ്ഞാൽ അബദ്ധമായി പോകും അല്ലേ. സൗത്ത് ഇന്ത്യയിൽ തന്നെ പറയണം. അതാണ് ഇവിടുത്തെ ഒരു കളക്ഷൻ. നമ്മളിവിടെ ടൈലുകളുടെ മേജർ ബ്രാൻഡ്സ് എല്ലാം വരുന്നുണ്ട്. ഏതൊക്കെ ബ്രാൻഡുകൾ വരുന്നുണ്ട്? നമുക്ക് കജാരിയ, ആറേക്ക്, സിംബോളോ, മോട്ടോ, നെക്സിയോൺ, ബ്ലാക്ക്ബെറി, അങ്ങനെയുള്ള എല്ലാ പ്രീമിയം ബ്രാൻഡ്സുകളും ടൈൽസിലുണ്ട്. ഓക്കെ. പിന്നെ സാനിറ്ററിയിലാണെങ്കിലും നമുക്ക് കോളർ, ഗ്രോഹെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ജാഗ്വാർ, കറോവിറ്റ്, നോവക് സെറാമിക്സ്, അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും. അതുകൂടാതെ റൂഫിങ്ങിന് ഓപ്ഷൻ ഉണ്ട്, ലോക്കുകൾ ഉണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ട മേജർ എല്ലാം ഇവിടെ ഉണ്ട് അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. ഇനി നമ്മുടെ വ്യൂവേഴ്സിന് സ്പെഷ്യൽ ആയിട്ട് ഒരു ഓഫർ തരാന്ന് പറഞ്ഞിരുന്നു. അത് ആ ഓഫറിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ. ഒരു വീട്ടിലേക്ക് വേണ്ട മൊത്തം ടൈലുകൾ 65,000 രൂപക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതെ, അത് ചെറിയ ടൈൽസുകളല്ല. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് വലിയ സൈസിലേക്കാണ്. അപ്പം 6x4 ടൈൽസ് നമ്മൾക്ക് അങ്ങനെ തന്നെ വെക്കാം. 6x4 ടൈൽസുകൾ ഫ്ലോറിങ്ങിന് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഉള്ള ഒരു വീടിന്. അപ്പം 6x4 ടൈൽസ് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ടും പിന്നെ 2 ബാത്റൂം ടൈൽസുകൾ, ഒരു 150 സ്ക്വയർ ഫീറ്റ് വെച്ചുള്ള 2 ബാത്റൂം ടൈൽസുകൾ, അത് 4x2 ടൈൽസ്. ആ ടോട്ടൽ നമുക്ക് 65,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അതായത് ചെറിയ വീട് വെക്കുന്ന ആൾക്കാർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഈ ഒരു ഷോറൂമിന്റെ വക നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണിത്. അതെ. മുമ്പത്തേതുപോലെയല്ല, ബ്രാൻഡഡ് ടൈലുകൾ വിൽക്കുമ്പോൾ ബ്രാൻഡഡ് സ്റ്റുഡിയോകൾ വേണം. എല്ലാത്തിന്റെ സ്റ്റുഡിയോ സെറ്റ് ആണ്. നമ്മൾ സിംബോളയിലാണ്. നമ്മളിപ്പോ സിംബോളയിലാണ്. സിംബോളയുടെ ഈ സ്റ്റുഡിയോയുടെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ്. 4,000+ സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പം സിംബോളോ കമ്പനിക്കുള്ള എല്ലാ പ്രോഡക്ട്സും ഇവിടെ ഡിസ്പ്ലേ ആണ്. ഓക്കെ, നമ്മളിത് ഒരുപാട് ഡിസ്പ്ലേകൾ കാണുന്നുണ്ട്. എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് സിംബോളോ ടൈൽ. എന്തുകൊണ്ട് സിംബോളോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? സിംബോളോ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ബാക്കിയുള്ള കമ്പനികൾ നോർമൽ എന്താണോ മാർക്കറ്റിൽ പോകുന്നത് അതിന് പുറകെ പോകുമ്പോൾ ഇത് എപ്പോഴും വെറൈറ്റികൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് സിംബോളോ. അതെ, വലിയ ടൈലുകൾ 8x4 അല്ലേ. അതെ, അതിനും അപ്പുറം ഫിനിഷുകളാണ്. എന്തെല്ലാം ഫിനിഷുകൾ വരുന്നത്? ഈ ടൈൽസ് 4 ഫിനിഷുകൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കണ്ടറിയാം. ഇത് കണ്ടോ, ഇത് ഗ്ലോസി ആണ്. ഇത് പെപ്പർ മാറ്റ്. ഇതിൽക്കൊന്നും ഫീൽ ചെയ്ത് കുറച്ചുകൂടെ ഗ്രിപ്പുണ്ട്. ഇത് കുറച്ചുകൂടെ ഗ്രിപ്പ് കൂടെ അല്ല. ഈ സെയിം ടൈൽസ് തന്നെ 4 ഫിനിഷിങ്ങിലും ഉണ്ട്, 4 സൈസിലും അവൈലബിൾ ആണ്. 4x2, 8160, 6x4, 8x4, ഇങ്ങനെ 4 സൈസിലും അവൈലബിൾ ആണ്. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഡിസൈനേഴ്സിന് വളരെ എളുപ്പമായി ഡിസൈൻ കീപ്പ് ചെയ്യുക, ഫിനിഷ് മാറ്റാം. അതെ, പിന്നെ ഇതിന് വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ ഹൈലൈറ്റേഴ്സും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഹോളിൽ കിടക്കുമ്പോൾ ഒരു TV വാളിന് കൊടുക്കാൻ, അല്ലെങ്കിൽ ഏതൊരു വാൾ ഹൈലൈറ്റ് ചെയ്യണം, ഇതും കൊടുക്കാം. സെയിം ടൈല് തന്നെയാണ്.
അതിന് തന്നെ സ്പ്ലിറ്റ് ടൈൽസും അവൈലബിൾ ആണ്. ഓക്കെ, ഇത് വരുമ്പോൾ ടൈലുകളുടെ സൈസിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ? ആ സൈസ് 4 സൈസിൽ അവൈലബിൾ. 4 സൈസിലും അവൈലബിൾ. 4 സൈസിലും 4 ഫിനിഷിംഗിലും അവൈലബിൾ. ഗ്രാനൈറ്റുകളുടെ കാലം കഴിഞ്ഞു എന്ന് പറയണം. കാരണം കിച്ചണുകളിൽ എല്ലാവരും സ്പെഷ്യൽ ഡിസൈൻ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ അവർക്ക് മാച്ച് ചെയ്യുന്ന ഗ്രാനൈറ്റ് കളർ കിട്ടുന്നില്ല. അപ്പൊ ഓപ്ഷൻസ് ആണ് കോഡ്സ്. കോഡ്സ് ആണ് ഈ കാണുന്ന എല്ലാ സാമ്പിളും. അതെ, കോഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ടോപ്പ് ഗ്രേഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കോഡ്സ്. കോഡ്സിലാണെങ്കിൽ കറ പിടിച്ചാലും സ്ക്രാച്ച് വന്നാലും നമുക്കത് റീപോളിഷബിൾ ആണ്. ഓക്കെ ഓക്കെ, അത് അഡ്വാൻസ്ഡ് ആണല്ലേ. അതെ, പിന്നെ അതിന്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ജോയിന്റ് അറിയാണ്ട് നമുക്ക് ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കോഡ്സിന്റെ ബാഡ്മിന്റൺ പ്ലേയേഴ്സിനുള്ള എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇത് ശരിക്കും ഇതൊരു ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു ഷോ പീസ് എന്നുള്ളതേ ഉള്ളൂ. ഈ ക്വാഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതുണ്ട്. ഇത് സ്ലാബിന്റെ ടോപ്പ്. ഈ ടോപ്പിൽ കാണുന്ന ഇത് നമ്മൾ ഡൂ ചെയ്തെടുത്തേക്കുന്നതാണ്. ആ സെയിം ഡിസൈൻ തന്നെ ഇതിന്റെ ഉള്ളിലോട്ട് ഇതൊന്ന് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. കജാരിയുടെ ഒരു കടലിലാണല്ലോ വന്നിരിക്കുന്നത്. എന്താ കളക്ഷൻ! കജാരിയെ തെരഞ്ഞു വന്ന ഒരാളെ ഇനി ഇവിടുന്ന് പോവില്ല. കജാരിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ്. കജാരിയുടെ കമ്പനി ഷോറൂം നമ്മുടെ ഇവിടെ അടുത്ത് നിയർ ബൈ ആയിട്ടുള്ള കൊച്ചിയിൽ കമ്പനി ഷോറൂം ഉണ്ട്. അവരുടെ കമ്പനി ഷോറൂം 12,000 സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് ടോട്ടൽ 15,000 സ്ക്വയർ ഫീറ്റ് ആണ്. കമ്പനി ഷോറൂമിന്റെ 3 ഇരട്ടി. 3 ഇരട്ടി ഇല്ല, മറ്റേത് 12,000, നമ്മൾ 15,000. ഓക്കെ, കമ്പനി ഷോറൂമിനേക്കാൾ വലിയ ഷോറൂം ആണ് കജാരിയിൽ ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാ കളക്ഷൻസും ഉണ്ട്. ഇതില് നമ്മള് 8x4, 6x4, 4x2 അങ്ങനെ എല്ലാ കളക്ഷനും ഇതിനകത്ത്. കമ്പനിക്കുള്ള എല്ലാ പ്രോഡക്ട്സും, കജാരിയ കമ്പനിക്കുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അതിൽ ചെറിയ ടൈലെന്നോ വലിയ ടൈലെന്നോ ഇല്ല, എല്ലാം ഉണ്ട്. അതിന്റെ സ്ലാബ്സും ക്വാഡ്സ് എല്ലാം ഉണ്ട്. സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത ടൈലുകള്, അതേപോലെ എന്താ പറയാ സ്ലാബുകൾ കളേർഡ് ആയിട്ടുള്ള സ്ലാബാണല്ലോ. ഇതൊക്കെ പുതിയ വന്നേക്കുന്ന കളക്ഷൻസ്. സ്ലാബ്സിന്റെ കളക്ഷൻസ് ഒക്കെ പുതിയതാണ്. ഇവിടെയൊക്കെ വലിയ സ്ലാബുകളാണെങ്കിൽ ഇങ്ങോട്ട് ചെറുതാണ്. പക്ഷെ ഇത് വുഡാണ്. ഇതൊന്നും എനിക്ക് എടുത്ത് പറയേണ്ടതാണ് സംഭവം. വുഡൻ സ്ട്രിപ്സ് അല്ലേ? വുഡൻ സ്ട്രിപ്സിന്റെ നല്ല കളക്ഷൻസ് ആണുള്ളത്. എല്ലാ കമ്പനിക്കുള്ള ഇതുപോലെ തന്നെ വേറൊരു സ്ഥലത്തുകൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കജാരിയുടെ വേറെ കുറച്ച് ഐറ്റം ഇവിടെ സ്പേസ് തികയാത്തോണ്ട് നമ്മൾ അപ്പുറത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡൻ സ്ട്രിപ്സിന്റെ. ഇവിടെ എങ്ങനെ സ്പേസ് തികയുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം ഉണ്ട് ഇവിടെ. അല്ല, ഞങ്ങൾ ആദ്യം ഇത്ര ഏരിയ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് വുഡൻ സ്ട്രിപ്സിന്. പക്ഷേ അപ്പം ഡിസ്പ്ലേ ചെയ്ത് വന്നപ്പോൾ ഇത്രയും തികയുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ അപ്പുറത്തെ ഒരു ഏരിയ കൂടെ കജാരിയുടെ തന്നെ വുഡൻ സ്ട്രിപ്സിന്. ഓക്കെ, വുഡൻ സ്ട്രിപ്സ് ഇപ്പോൾ പലരും പല രീതിയിലാണ്. ഫ്ലോറിൽ ചെയ്യുന്നുണ്ട്, വാളിൽ ചെയ്യുന്നുണ്ട്, ബാത്റൂമിൽ, ലിവിംഗിൽ, എവിടെയും ചെയ്യാവുന്ന ഒരു അവസ്ഥയല്ലേ. ഇപ്പം ഇതിന്റെ മൂവ്മെന്റ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ഓക്കെ, ഇതാ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. കജാരിയയിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഒതുങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഭാഗത്തൊക്കെ സ്പെഷ്യൽ ടൈലുകളുണ്ട്. ഒലീവ്സിന്റെ ഡിസൈനുകളൊക്കെ ഒരുപാട് കളക്ഷൻ വന്നു. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അത് പല ബ്രാൻഡുകളിൽ വരുന്നുണ്ട്. പക്ഷെ കജാരിയിലും വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ബാത്റൂമില് അല്ലെങ്കിൽ ഒരു ഹൈലി ഡിസൈൻ ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാം. അതെ, ഇതെല്ലാം ബാത്റൂം മോക്കപ്സുകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാ സൈസ് ടൈൽസുകൾ കൊണ്ടും നമ്മൾ ബാത്റൂം മോക്കപ്സുകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതില് നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ പാറ്റേണുകൾ വരുന്നതുണ്ട് അല്ലേ? അതെ, അപ്പൊ ഇങ്ങനെ മോക്കപ്സ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ കസ്റ്റമറിന് ഈസിയാണ് സെലക്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഓക്കെ, ഇതൊരു കിച്ചൺ ഇവിടെ അങ്ങ് സെറ്റ് ചെയ്തു. ഫുൾ ടൈലിൽ അങ്ങ് സെറ്റ് ചെയ്തു. ഒരു കിച്ചൺ ടൈലിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പൊ കണ്ടപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഇത് നമ്മളൊരു ഡെമോ വെച്ചേക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ആക്ച്വലി കസ്റ്റമറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതെ, പക്ഷേ കസ്റ്റമർ ഇതേ ഫിനിഷില് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളൊരു കസ്റ്റമറിന്റെ ഫീൽ കിട്ടാനായിട്ട് നമ്മൾ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എനിക്ക് ഇതാണ്, ഈ ഒരു ടൈലുകൾ. ഇതിനെന്താ പേരിട്ടത് നിങ്ങള്? ഇത് കിച്ചൺ ഡോർ ടൈൽസ് എന്നുള്ളതേ ഉള്ളൂ. ഇത് സ്പ്ലിറ്റ് ടൈൽസ് ആണ്. സ്പ്ലിറ്റ് ടൈൽസിന്റെ നല്ല കളക്ഷൻസുകളുണ്ട്. അതിന്റെ ഒരു പാറ്റേൺ നമ്മളിവിടെ ഡെമോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കജാരിയുടെ ഒരു കടലിലാണ് നമ്മളിപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത്. ആറക്കയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതലേ ആറക്ക ഉണ്ട്. കുറേ ആൾക്കാർ സെലക്ട് ചെയ്ത് ചോദിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റ് ആറക്കയുടെ ഉണ്ടോ? കാരണം കൂടുതൽ നമ്മുടെ നാട്ടിൽ പുറമേയുള്ള നാടുകളിൽ വിദേശത്തൊക്കെ പോയ ആൾക്കാരാണ്. അപ്പൊ റാസ് അൽ ഖൈമയുടെ പ്രൊഡക്റ്റ് അല്ലേ, അതിന്റെ ഒരു മോഡലുകൾ അവിടെയൊക്കെ മോക്കപ്പ് ചെയ്തത്. ആറൊക്കെ എന്ന് പറഞ്ഞ കമ്പനി അറിയത്തില്ലാത്ത ആൾക്കാരില്ല. ഇല്ല, എല്ലാ ആൾക്കാർക്കും അറിയാം. വെച്ചാൽ ഗൾഫ് മേഖലയുമായിട്ട് ബന്ധപ്പെടാത്ത മനുഷ്യരാണുള്ള. അതെ. അപ്പൊ അവരത് ചോദിച്ചു വരും. അപ്പൊ ഇതിനകത്ത് വലിയ ടൈലുകൾ മുമ്പേ ഉണ്ട്. പക്ഷെ ഇതെന്താണ്, ആറൊക്കെ തന്നെ ആണോ എന്നൊരു ചോദ്യം. ഇത് ആറൊക്കെ തന്നെയാണ്. ഇത് എന്റെ ഒനിക്സ് ആണ്. ഒനിക്സ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ലൈറ്റ് ഇതിന്റെ പുറത്തേക്ക് ലൈറ്റ് കിട്ടും. അതായത് ബാക്കിൽ ലൈറ്റ് കൊടുത്താൽ ഇത് കത്തുന്നത് പോലെ നമുക്ക് കാണാം. ആ ഒരു ഐറ്റം ആണ് ഇത് അല്ലേ. ഇത് ടൈല് വന്നിരിക്കുകയാണ്. ശരിക്ക് യഥാർത്ഥത്തിൽ മാർബിളിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒനിക്സ് മാർബിൾസ്. അതുപോലെ തന്നെയാണ് ഒനിക്സ് മാർബിൾസിന് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, എന്നാൽ അത്രയും വില ഇതിനകത്ത് വരുന്നില്ല. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ.
നമുക്ക് വാളിലൊക്കെ ഒരുപാട് ഓപ്ഷനുകൾ ഈ ആറേക്കയിലുണ്ട്. ആറേക്കയുടെ മാക്സിമം അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്റ്റുഡിയോ ആണ് ഇവിടെ ഉള്ളത്. കംപ്ലീറ്റ് സ്റ്റുഡിയോ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ ഭാഗത്തൊക്കെ ഒരുപാട് മോക്കപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൗണ്ടറിന്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോക്കപ്സ് 200-ൽ പരം മോക്കപ്സുകൾ ഈ കൗണ്ടറിലുണ്ട്. 200 ഈ ആറേക്കൽ അല്ലല്ല, എൻ്റെ ഷോപ്പിൽ. ഓക്കെ, വെറൈറ്റി ടൈലുകൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഫോഷ്യ ഒരു അടിപൊളി ഓപ്ഷൻ ആണ് അല്ലെ. ഇവിടെ കാണുമ്പോൾ തന്നെ ഞെട്ടിക്കുന്ന കളക്ഷൻ ആണ്. എന്തുകൊണ്ട് ഫോഷ്യയിൽ ഇത്രക്ക് വെറൈറ്റികൾ വരുന്നു? ഫോഷ്യയ്ക്ക് വെറൈറ്റി ടൈൽസുകൾ മാത്രമേ ഉള്ളൂ. അതെ, സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈൽസുകളൊന്നും ഇവർക്കുള്ളതല്ല. ഇവർക്ക് വെറൈറ്റി കളക്ഷൻസ് മാത്രം. ഏതെങ്കിലും ബുദ്ധാടെ ഇപ്പം ഏറ്റവും ഹോട്ട് കേക്ക് ആയിട്ട് പോകുന്നത് കണ്ടാൽ ഒരു ഗ്ലാസ് പീസ് ആണെന്നേ തോന്നുള്ളൂ. നമ്മുടെ ഗ്ലാസ് മൊസൈക്ക് ചെയ്ത് വെച്ചേക്കുന്ന സെയിം പാറ്റേണിലാണ്. ഇതുപോലത്തെ ഇത് ബുദ്ധയുടെ ആണ്. ഇതുപോലെ നമുക്ക് എല്ലാ ജീസസ് ക്രൈസ്റ്റ് എല്ലാ മത ആൾക്കാരെയും അങ്ങനെ ഇതിന്റെ പിക്ചേഴ്സ് ഉണ്ട്. പിന്നെ ഡിസൈനർ ടൈൽസുകൾ അങ്ങനെ 10-ൽ പരം ഡിസൈനർ കളക്ഷൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് 4x2 ആണോ വരുന്നത്? 4x2 4 പീസാണ്. 4 പീസുകളാണ് വരുന്നത്. ഒന്നായിട്ടല്ല നിങ്ങൾ വാങ്ങേണ്ടത്, ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ ആയിട്ട് തന്നെ വാങ്ങണം അല്ലേ? ഇത് നേരത്തെ ഗ്ലാസ് പീസിൽ അവൈലബിൾ ആയിട്ടുണ്ടായപ്പം അതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ അത് കീപ്പ് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇത് ടൈൽസ് ആയതുകൊണ്ട് ഏറ്റവും സേഫാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ട്രാൻസ്പോർട്ടേഷൻ കുഴപ്പമില്ല, നമുക്ക് കൊറിയർ വേണമെങ്കിൽ വിടാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ കോസ്റ്റ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അത് മാത്രമല്ല ഫിക്സിങ് വളരെ എളുപ്പം, ടൈൽ ചെയ്യുന്ന പോലെ. ഇത് അങ്ങനെയുള്ള കളക്ഷനുകൾ ഒരുപാട് ഉണ്ട് ഇവിടെ. പക്ഷെ ഇതൊന്നും നമുക്ക് പറഞ്ഞു കൊടുത്താൽ ഇതിനകത്തൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു എംബോസ് ചെയ്ത്. അതെ, ഇത് വാൾപേപ്പർ ടൈൽസ് ആണ്. ആക്ച്വലി ഇത് കണ്ടാൽ നമുക്ക് വാൾപേപ്പർ ആണെന്നേ ഫീൽ ചെയ്യുള്ളൂ. അതിന്റെ സെയിം പ്രൊജക്ഷൻ നമുക്ക് കണ്ടോ, സെയിം പ്രൊജക്ഷൻ ഇതിലുണ്ട്. ഇത് 2 ടൈൽസ് ആണ്. ഇവിടെ വരെയും ഒരു ടൈലും ഇവിടുന്ന് മുകളിലോട്ട് അടുത്ത ടൈലുമാണ്. 6x4 അല്ല 4x2 ഏത് സൈസ് വേണമെങ്കിലും കണ്ടിന്യൂഷൻ കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് പോകുന്നത്. അപ് ടു ഫ്ലോർ ആണ് ഇത് അങ്ങ് പോകുന്നത്. നിങ്ങൾക്ക് ഒരു വാളിനെ മുഴുവനായിട്ട് ഇതുപോലെ ഒരു യൂറോപ്യൻ സ്റ്റൈലിലേക്ക് അങ്ങ് കൊണ്ടുവരാം അല്ലെ. നമുക്ക് ഈ ഡിസൈൻ വേണ്ട, ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബോട്ടത്തിൽ തൊട്ട് ഇത് തന്നെയായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അതാണ് ഫോഷ്യ. ടൈല് വാങ്ങാൻ വരുന്ന ആളുകൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം മോട്ടോ ടൈൽ ഉണ്ടോന്നോ? കാരണം മോട്ടോയിൽ അത്ര ക്വാളിറ്റി ഉള്ള ഡിസൈനുകളാണ് കാണാറുള്ളത്. കളക്ഷനൊക്കെ ഉണ്ടോ? നല്ല കളക്ഷൻസ്. ഇപ്പം നമ്മൾ സിംബോളെ കണ്ടില്ലേ, സിംബോൾ ഒരേ ടൈൽസ് തന്നെ പല സൈസിൽ പല ഫിനിഷിങ്ങിൽ ഒക്കെ കണ്ടില്ലേ. അതേ സെയിം ആംബിയൻസിൽ സെയിം പ്രോഡക്ട്സ് കിട്ടുന്ന ഒരു കമ്പനിയാണ് മോട്ടോ. കാണിച്ചു പറയാലോ. മോട്ടോയുടെ ഈ 8x4 സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ സിംബോളെ കണ്ടതുപോലെ തന്നെ ഇത് നോക്കിയാലോ, ഇത് 6x4 ടൈൽസ് ആണ് ഡിസ്പ്ലേ ഇട്ടേക്കുന്നത്. ഇതിന് 4 സൈസ് അവൈലബിൾ ആണ്. 4 ഫിനിഷിംഗ് അവൈലബിൾ. കണ്ടോ, ഇത് 4 ഫിനിഷിംഗ് ആണ്. ചെറിയ കട്ട് പീസ് വെച്ചേക്കുന്നത് 4 ഫിനിഷിംഗിലും 4 സൈസിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ഫിനിഷിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ ടച്ച് ചെയ്ത് ഫീൽ ചെയ്താൽ അത് ഫിനിഷ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അതെ, എപ്പോഴും കസ്റ്റമേഴ്സ് ഫീൽ ചെയ്യാന്നുള്ളതാണ്. ടൈൽസ് എടുക്കുന്ന സമയത്ത് ഫീൽ ചെയ്തെടുക്കണം. അതാണ് ടൈൽസ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഷോറൂം. കസ്റ്റമർ ബോധത്തിലേക്ക് കാര്യമല്ലോ. നമ്മള് ഈ ഒരു ടൈലും കൂടെ പറയാം അല്ലെ. ഇത് സ്ട്രിപ്പ് ടൈൽസ് മോട്ടോ എന്ന് പറയുന്ന കമ്പനിക്ക് സ്ട്രിപ്പ് ടൈൽസ്, മൊറോക്കൻ ടൈൽസ് അങ്ങനെയുള്ള പ്രോഡക്ട്സിന്റെ ഏറ്റവും കളക്ഷൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പം ഇതിന്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്പാനിഷ് ടൈൽസിന്റെ ഡിസൈൻസുകളാണ് സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം സാധാരണ സ്പാനിഷ് ഡിസൈൻസുകൾ വരുമ്പം ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു 300 രൂപ 400 രൂപ അങ്ങനെ വരുന്ന കോസ്റ്റുകളാണ്. അതെല്ലാം ഈ സെയിം ഡിസൈൻ ഡിറ്റോ സെയിം ക്വാളിറ്റിയിൽ നമുക്ക് വളരെ എക്കണോമി റേഞ്ചിലാണ് മോട്ടോയിൽ കിട്ടുന്നത്. കാണുമ്പോൾ തന്നെ അത്തം കൂടി ഫീല് കിട്ടുന്ന രീതിയിൽ ടൈൽസ് ഓരോ ടൈലും അത് ലേ ചെയ്താൽ എങ്ങനെയുണ്ടെന്നുള്ളത് കസ്റ്റമറിന് മനസ്സിലാകുന്ന രീതിയിലാണ്. ഏറ്റവും പുതിയ മോഡലാണ് അത്. ഇതിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം അതിന്റെ ഓരോ കളക്ഷൻസുകളാണ്. മൊറോക്കനിലെ പാറ്റേണുകൾ വരുന്നുണ്ട്. ഈ പാറ്റേൺ നോക്കി, ഇത് പാറ്റേൺ മാത്രമല്ല അതിന്റെ ഷേപ്പും ഡിഫറെന്റ് ആണ്. ഇതെല്ലാം റാൻഡം സീരീസ്. ഷേപ്പ് ഡിഫറെന്റ് ആണ്, ഡിസൈൻസ് ഇതെല്ലാം റാൻഡം സീരീസുകളാണ് വരുന്നത്. ഇത് ഇങ്ങനെ കേട്ടോ ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ലേ ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് കസ്റ്റമർ ഈസി ആയിട്ട് മനസ്സിലാവും. ഇത് നിങ്ങൾ സ്പെഷ്യൽ ഏരിയകളിൽ സ്പെഷ്യലായിട്ട് കൊടുക്കണം, മുഴുവനായിട്ട് ഫ്ലോറിൽ അങ്ങ് കൊടുക്കരുത്. അത് ചെറിയ ഏരിയയിൽ കൊടുക്കാം. ചെറിയ ഏരിയ കണ്ടോ, ഇത് സെപ്പറേറ്റ് പീസാ. ഇത് നടുക്ക് കാണുന്ന സെപ്പറേറ്റ് പീസാണ് വരുന്നത്. ആ പീസ് വരുന്നത് മാത്രം ഗ്ലേസ്ഡ് ആണ് വരുന്നത്.
അപ്പോ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണ്ട, സെറ്റാണ് കേട്ടോ വരുന്നത്. ടൈലുകളിൽ എന്നും അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കും. ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ ഒരു മോഡൽ എന്ന് പറയേണ്ടത് ഈ സ്ലാബുകളാണ് അല്ലെ. അത് ഗ്രാനൈറ്റിനെ മാറ്റി സ്ലാബുകളിലേക്ക് വന്നു. പക്ഷെ എല്ലാ ബ്രാൻഡിലും വരുന്നുണ്ട്, ഏതെടുക്കണം കൺഫ്യൂഷൻ ആണ്. ഇതിനകത്ത് എന്താ പ്രത്യേകത മോട്ടോ? ഈ സ്ലാബ്സിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള ഒരു ബ്രാൻഡാണ് മോട്ടോ. ഇത്രയും കളക്ഷൻസ്, ഇതൊരു 50-ൽ പരം ഡിസൈൻസുകൾ സ്ലാബ്സിൽ മോട്ടോയ്ക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ പ്ലെയിൻ സീരീസ്, ഇതെല്ലാം പ്ലെയിൻ സീരീസ് മാറ്റാണ്, നല്ല പ്രീമിയം ക്ലാസ് ലുക്കുകളല്ലേ. ഇതിന്റെ എല്ലാം ഗ്ലോസിയും അവൈലബിൾ ആണ്. ഇത് ഇത്രയും ഈ സെയിം ടൈൽസ് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് വേറൊരു പാറ്റേൺ ആണ്. ഇതിന്റെ ഫുൾ പീസ് വെച്ചത് ഇതാണ്, ഫുൾ പീസ് വെച്ചത്. ഇത് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ്. അങ്ങനെ 50-ൽ പരം ഡിസൈൻസുകൾ നമുക്ക് മോട്ടോയിൽ ഫുൾ ബോഡി ടൈൽസുകൾ അവൈലബിൾ. വീട് പണിക്കകത്ത് കസ്റ്റമറിന് റോൾ ഉള്ളത് ടൈൽ എടുക്കുക, സാനിറ്ററി എടുക്കുക, ഫർണിച്ചർ, കർട്ടൻ, ഇതിലൊക്കെ കസ്റ്റമറിന് റോൾ ഉള്ളൂ. ബാക്കിയെല്ലാം മേസ്തിരിമാർ പണിയുന്നത് അവർ പണി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുക, കസ്റ്റമറിന് റോളില്ല. പക്ഷെ ടൈൽസ് ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഫീൽ ചെയ്ത് തന്നെ അത് എടുക്കണം എന്നുള്ളതാണ്. എല്ലാവരും പറയുന്നു നെക്സിയോൺ 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 എന്ന് പറഞ്ഞാൽ ഡിസൈനർ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രീമിയം എന്താണോ അതാണ് നെക്സിയോൺ. അതെ, ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം ബ്രാൻഡ് നെക്സിയോൺ ആണ്. ഓക്കെ, നമ്മള് കേരളത്തിൽ നല്ല കേട്ടോ, ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ. അതെ, ഇന്റർനാഷണൽ ഇന്ത്യൻ ബ്രാൻഡ് കേരളത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന ബ്രാൻഡ് അല്ലല്ലോ. അതെ, നമ്മളിവിടൊക്കെ കുറെ ഒരു കൗണ്ടർ ഒരു വ്യത്യസ്തമായിട്ട് സെറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ടൈലുകൾ ഈ രീതിയിലും നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ചെക്ക് ചെയ്യാം അല്ലേ. അതെ, ഇതെല്ലാം ഈ നെക്സിയോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 5 സൈസിൽ ടൈൽസുകൾ അവൈലബിൾ ആണ്. 5 സൈസ്. നമ്മൾ മോട്ടോയിലും സിബോളോയിലും എല്ലാം കണ്ടത് 4 സൈസിലാണ്. ഇത് 5 സൈസിൽ അവൈലബിൾ ആണ്. അതിനേക്കാൾ വ്യത്യാസം പറയുന്നത് ഇതിന് 4x4 സൈസിലും അവൈലബിൾ ആണ്. 4x4, 4x2, 80-160, 4x4, 6x4, 8x4 ഇത്രയും സൈസിൽ ഇത് അവൈലബിൾ ആണ്. അപ് ടു 5 ഫിനിഷും ഇത് കിട്ടും. 5 ഫിനിഷ് അത് പറയുമ്പോൾ എനിക്കത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഇതാണ് അതിന്റെ ഒരു ഡിസ്പ്ലേ അല്ലേ. ഇതൊക്കെ ഓരോ ടൈൽസ്, ഓരോ ടൈൽസ് യഥാർത്ഥ ടൈൽസ് പീസ് തന്നെയാണ് കേട്ടോ വെച്ചത്. ടൈൽ പീസ് തന്നെയാണ്. സ്റ്റുഡിയോകൾ കണ്ട് കണ്ട് മതി മറക്കുക എന്ന് പറയാല്ലേ, ഇത് തീരുന്നില്ലല്ലോ. അടുത്ത സ്റ്റുഡിയോ സ്പിറ. ഇത് സ്പിറ എന്ന് പറഞ്ഞാൽ നെക്സിയോന്റെ തന്നെയാണ്. നെക്സിയോന്റെ തന്നെ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആണ്. ഇപ്പൊ നെക്സിയോന്റെ നമ്മൾ പറഞ്ഞ 5 ഫിനിഷിങ്ങിലും 5 സൈസിലും അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഇത് 3 ഫിനിഷിങ്ങിലും 4 സൈസിലും അവൈലബിൾ. ഏത് ടൈൽ എടുത്താലും ഈ ടൈൽ നമ്മൾ നോക്കിയാൽ ഇത് 3 ഫിനിഷിംഗിൽ അവൈലബിൾ ആണ്, 4 സൈസിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നെക്സിയോനേക്കാൾ കുറച്ച് പ്രൈസ് കുറവായിരിക്കും. അതെ, നെക്സിയോനേക്കാൾ ഒരു കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. സെയിം ബ്രാൻഡിൽ തന്നെ വരികയും ചെയ്യും. വെറൈറ്റി ടൈലുകൾ മുമ്പൊക്കെ ഏതെങ്കിലും ടൈല് മതിയായിരുന്നു. ഇപ്പോൾ ടൈലുകളുടെ സ്പെഷ്യാലിറ്റി വന്നു, വോളിലൊക്കെ സ്പെഷ്യൽ സ്റ്റിക്ക് ചെയ്ത മോഡലുകൾ വന്നു അല്ലേ. ഇത് ആക്ച്വലി ഇത് വാൾ ആൻഡ് ഫ്ലോർ ആണ്, മാർബിൾ ആണ്. മാർബിൾ ആണ്. ഇതെല്ലാം മാർബിൾ പീസ് ആണ്. ഇത് ഫ്ലോർ നമ്മൾ യൂസ് ചെയ്യാം, വാളിന് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഓരോ ഫീറ്റ് ആയിട്ടാണോ വരുന്നത്? സൈസ് വരുന്നതാണോ ഓരോ ഫീറ്റ് ആയിട്ട് കണ്ടോ. ഓക്കെ, മാർബിൾ പീസുകളാണ് അല്ലേ. ആഹാ, ഓ ഇത്ര തിക്കും വരുന്നുണ്ട്. ഓക്കെ, ഇത് സ്പെഷ്യൽ ഏരിയകളിലേക്ക് നമുക്ക് ഓരോ ഏരിയ ഹൈലൈറ്റ് ചെയ്യാണ്ട്. വാൾ ആൻഡ് ഫ്ലോർ, ഇപ്പം ഫ്ലോറിൽ നമ്മൾ മെയിൻ ഏരിയ ലിവിങ് ഏരിയയിൽ ഒരു കുറച്ച് പോർഷൻ മാത്രം ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈൽസുകളാണ്. അതിൽ പല കളക്ഷൻസ് ആണ് ഇതുള്ളത്. ഇതെല്ലാം അതിന്റെ പല കളക്ഷൻസ്. ആർക്കിടെക്ട്സ്, ഇന്ത്യയിലെ ഡിസൈനേഴ്സ് അതൊക്കെ അവരൊക്കെ ഒത്തിരി പ്രിഫർ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. ഇത് ചെയ്യണേ കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ലേബേഴ്സ് എല്ലാം വളരെ അപ്ഡേറ്റഡ് അല്ലേ. ഇപ്പം പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മുടെ കേരളത്തില്, നമ്മുടെ നാട്ടിൽ അത്ര അപ്ഡേറ്റഡ് അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റിയല്ല. അതെ, ഒരു കോമ്പറ്റീഷനുള്ള മേഖലയാണിത്. ഇത് അവിടെ അടിപൊളിയായിട്ടുള്ള ടൈലുകൾ കാണുന്നുണ്ട്. ഇത് ഇങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. ടൈലിലാണോ ഇത് മാർബിളിലാണോ എന്ന് എനിക്കൊരു സംശയം. ടൈൽ തന്നെയാണ്. അത് ടൈല് തന്നെയാണ്. ഇത് ബേസ് ഉള്ള ഇതും ടൈലാണ്. അതിന് മുകളിൽ ഇത് വേറെ പീസ് ഒട്ടിച്ചേക്കുന്നതാണ്. ഇത് സിംഗിൾ പീസ് ടൈൽസിൽ നിന്നും ഇത് കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത് ഇതിന്റെ ഇടയ്ക്കുള്ള പോർഷൻസ്. CNC പോലെ അല്ലേ. അതെ, കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നന്നായിട്ട് കട്ട് ചെയ്ത്. പക്ഷേ സ്പെഷ്യൽ ഏരിയകൾ നിങ്ങൾക്കുള്ള ഓപ്ഷൻ ആണത്. ഇതാ മറ്റൊരു ഏരിയ അല്ലേ. ഇതൊരു വാളിനൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത നല്ല പ്രീമിയം ലുക്ക് ആയിരിക്കും അല്ലേ. നമ്മൾ ഈ പാനലിംഗ് ഒന്നും ചെയ്യാതെ ഇത് ടൈൽ തന്നെ അതങ്ങ് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ സ്റ്റോണുകളുടെ ഒരു കളക്ഷൻ ഉണ്ടല്ലോ ഇവിടെ. നാച്ചുറൽ സ്റ്റോൺസിന്റെ നല്ല കളക്ഷൻസും ഉണ്ട്. സ്റ്റോണും അതുപോലെ ജാലി അങ്ങനെ ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇതിപ്പോ ട്രെൻഡിങ് പ്രോഡക്ട്സ് ആണ്. ഓരോന്നായിട്ട് പീസ് അറേഞ്ച് ചെയ്യണം. ഇത് 2 രീതിയിൽ നമുക്ക് ഒട്ടിക്കാം. ഇതിപ്പോ നമ്മൾ നോർമൽ ഗ്യാപ്പ് കാണുന്ന രീതിയിൽ ഒട്ടിച്ചേക്കുന്നു. ഇനി അതെല്ലാം ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ സാധാരണ ചേർത്ത് വെച്ച് കട്ടെടുക്കുക, അതുപോലെ ചെയ്യണമെങ്കിൽ അത് ആ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ടൈലുകളും ഇവിടെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഷോറൂമിൽ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈലൊന്നും നമ്മൾ അങ്ങ് എടുത്തു പോകും. പക്ഷെ അതിനപ്പുറം ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോവാന്ന് പറയില്ല. ഒരു ഫാമിലി കൂടെ നമുക്ക് വീട് വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത്.
ആ ഒരു ഓപ്ഷനുകളാണ് ഞാൻ അവിടെ കാണുന്നത്. അത് കുറച്ച് സമയം തന്ന് വരണം, ഒരു കസ്റ്റമർ വന്ന് ധൃതി പിടിച്ച് പോകരുത്. അതെ, ഒരു ടൈം ഇട്ട് വരുവാണെങ്കിൽ കസ്റ്റമർ ശരിക്കും എൻജോയ് ചെയ്ത് ഫീൽ ചെയ്ത് പോകാനുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ ഉണ്ടല്ലേ വെറൈറ്റികളാണ്. ഇതൊക്കെ 4x2 തന്നെയാണോ? 4x2 തന്നെ ജീസസ് ക്രൈസ്റ്റിന്റെ ആണ്. ഇതിന്റെ ഗണപതി ഉണ്ട്, ഗണപതി വരുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഉള്ള ചോയ്സുകൾ ഇവിടെ ഉണ്ട്. അതെ, എല്ലാ മതസ്ഥരുടെയും പിക്ചേഴ്സുകൾ അവൈലബിൾ ആണ്. ഇനി നാച്ചുറൽ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ഒരുപാട് വെറൈറ്റി ടൈലുകൾ കാണിച്ചു. കൂടുതലും പ്രീമിയം തന്നെ. പക്ഷെ ചില ആളുകൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റുഡിയോ അല്ലേ, അതിന് വേറെയുണ്ട്. എല്ലാ റേഞ്ചിലുള്ള കസ്റ്റമേഴ്സും ആഗ്രഹിക്കുന്ന കസ്റ്റമർ ഉണ്ടല്ലോ. എല്ലാവർക്കും ഫീഡ് ചെയ്യാനുള്ള പ്രോഡക്ട്സ് നമുക്ക് വേണം. അതെ, അത് മാത്രമല്ല നമ്മൾ ഓഫറിൽ നേരത്തെ അവർക്ക് ബഡ്ജറ്റ് ഓഫറും പറഞ്ഞിരുന്നു അല്ലേ? അതെ, ആ ഓഫറിൽ കാണുന്ന പ്രോഡക്ട്സിൽ ഇതെല്ലാം ആ ഓഫറിലുള്ള പ്രോഡക്ട്സുകളാണ്. നല്ല കളക്ഷൻസ് ഉണ്ട്. സെലക്ട് ചെയ്യാം. പിന്നെ 6x4 ഒക്കെ നല്ല കളക്ഷൻസുകളാണുള്ളത്, നല്ല പ്രീമിയം ടൈൽസുകളാണുള്ളത്. പിന്നെ 4x2 എൻ്റെ ബാത്റൂമിൽ നമ്മൾ പറഞ്ഞത് 4x2 ടൈൽസുകളാണ് പറഞ്ഞത്. ഒന്നും ഒരു കുറഞ്ഞ സാധനങ്ങളല്ല. അതെ, ഏതെങ്കിലും ഒന്നോ രണ്ടോ പറഞ്ഞ് തരികയല്ലേ ചെയ്യുന്നത്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം 6x4 ഐറ്റംസ് ഉണ്ട്. സാനിറ്ററി സെക്ഷന് നമ്മൾ കാണിക്കാൻ വന്നപ്പോൾ ഇത് ഞാൻ പറയുകയാണ്, ഇത് ഒരു വീഡിയോയിൽ തികയില്ല, ഇത് മാത്രം 2 വീഡിയോ വേറെ വേണം, നടക്കില്ല. നമുക്ക് ഇവിടെയുള്ള ബ്രാൻഡുകളൊന്നും പറയാം അല്ലേ? എല്ലാ പ്രീമിയം മാർക്കറ്റിലുള്ള എല്ലാ പ്രീമിയം ബ്രാൻഡ്സും ഉണ്ട്. ഇപ്പോൾ കോളർ, ഗ്രോഹെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ജാഗ്വാർ, കറോവ്, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ബ്രാൻഡായ നോവക് സെറാമിക്സ്. ഇത്രയും ബ്രാൻഡുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ കളേർഡ് ആയിട്ടുള്ള ബേസ് അല്ലെങ്കിൽ ക്ലോസറ്റ് ഒക്കെ വരികയാണ്. അത് പണ്ട് കളർ വാഷ് ബേസിനും ക്ലോസറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ മാറി. പക്ഷെ ഇപ്പം കളേഴ്സ് ആണ്. പണ്ടത്തെ സ്റ്റൈലിലല്ലോട്ടോ ഒരു പ്രീമിയം ആയിട്ടുള്ള മാറ്റ് ഫിനിഷിംഗ് വളരെ പ്രീമിയം ആയിട്ട് ഇപ്പോൾ കളേഴ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഒരുപാട് ഓപ്ഷനുകൾ വന്നല്ലേ ഇന്നത്തെ കാലത്ത്. അതെ, ഇപ്പോൾ ടാപ്പുകളാണെങ്കിലും ഇപ്പൊ കളർ സീരീസ് ഇതെല്ലാം കളർ സീരീസിൽ വരുന്നതല്ലേ. ഓക്കെ, കളർ സീരീസിൽ ഇപ്പൊ ടാപ്പുകളും അവൈലബിൾ ആണ്. അത് മുമ്പുണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കളർ ഫെയ്ഡ് ആകുന്നുള്ളതായിരുന്നു. ഇപ്പൊ അതിന് വാറണ്ടി വരുന്ന രീതിയിൽ കളർ വാറന്റിയിലാണ്. അപ്പൊ ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ആയി മാറി. അതെ അതെ. അപ്പോ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാനിറ്ററി ഐറ്റംസ് വേറെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ എടുത്തു പോകും. അങ്ങനെയുള്ള കളക്ഷനാണ്, വൈഡ് കളക്ഷനാണ്, മേജർ ബ്രാൻഡ്സ് ഉണ്ട്. അതുപോലെ ജാക്സി ഒന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള ബാത്ത് ടബുകളൊന്നും അങ്ങനെ അങ്ങ് ഡിസ്പ്ലേ എല്ലായിടത്തും കാണാറില്ല. അതും ബ്രാൻഡുകൾ, എല്ലാ ബ്രാൻഡിന്റെയും ജാക്കൂസിയും എല്ലാം അവൈലബിൾ ആണ്. എല്ലാം ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, ഒരു ബാത്റൂം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തീരുമാനിക്കാം. ഒരു ബാത്റൂം എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് വേറൊരു ലെവലാണ് അല്ലേ. അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഒരുക്കി. ഈ കാണുന്നതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ക്ലോസറ്റുകളാണ് അല്ലേ. അതിപ്പോൾ ഒരു ബാത്റൂമിലേക്കാണല്ലോ കസ്റ്റമർ എത്രയും സ്പെൻഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ബാത്റൂമിലേക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ തയ്യാറാണ്. അതെ അതെ, 10 മിനിറ്റ് സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ബാത്റൂം. അവിടെ ഏറ്റവും പ്രീമിയം ആണോ, എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണോ അതൊക്കെ അവിടെ കൊണ്ടുവരാൻ ആൾക്കാർ തയ്യാറാണ്. ഓക്കെ, ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ, നമ്മൾ അടുത്തേക്ക് അങ്ങ് വരുമ്പോൾ താനെ ഇതങ്ങ് ഓപ്പൺ ആവും. അതാണ് ഇതിന്റെ സിസ്റ്റം. സെൻസേർഡ് ആണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാത്റൂമിലെ മറ്റൊരു കാര്യം ഷവർ അല്ലേ, നമുക്ക് കുളിക്കാനും അതിന്റെ ഒരു കാര്യം അതും അപ്ഡേറ്റ് ആയി ഒരുപാട്. ഷവേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഏതൊക്കെ ഫ്ലോയിലാണ് നമുക്കത് ഫീൽ ചെയ്യാൻ, ഡയറക്റ്റ് ഫീൽ ചെയ്യാനുള്ള ഇതിലെല്ലാം ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഓരോന്നും മോഡൽ മാത്രമല്ല അത് ഫ്ലോ എങ്ങനെയാണെന്ന് വരെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഫീൽ ചെയ്ത് നമുക്ക് ടോയ്ലറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ബാത്റൂം ആണെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതായത് ഒരു ബാത്റൂം എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാം, അതാണ് അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഈ ഒരു ഷോറൂം പരിചയപ്പെടുത്തി കഴിഞ്ഞാലേ പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ട്. അവര് നേരിട്ട് വന്ന് കാണായിരിക്കും ഒന്നും കൂടെ നല്ലത് എന്നാണ്. അതെ, കസ്റ്റമർ ഇതൊരു എക്സ്പീരിയൻസ് സെന്റർ ആയിട്ട് കൂട്ടാം, ഒന്ന് കണ്ട് ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം. അതെ, അങ്ങനെ കൂട്ടാവുന്നതാണ്. ഈ ലൊക്കേഷൻ എങ്ങനെയാ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക? ഇത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ പാല എന്ന് പറയുന്ന സ്ഥലത്താണ്. പാല ടൗണിൽ നിന്നും 2 കിലോമീറ്ററാണ് ഈ ഷോപ്പിലേക്ക്. കൊച്ചിൻ സാനിവേഴ്സ് ആണ് ഷോപ്പിന്റെ പേര്. സെന്റ് തോമസ് കോളേജിന് അടുത്താണ് ഷോപ്പ്. ഓക്കെ, അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ ഒരു മേഖലയിൽ. നമ്മൾ കൊച്ചിൻ സാനിവേർ എത്ര വർഷമായിട്ടുണ്ട്? 24 വർഷം. 24 വർഷമായിട്ടുള്ള നിങ്ങൾക്ക് അറിയാം അങ്ങനെ സ്ഥാപനത്തെ പറ്റി. കുട്ടികൾ വാങ്ങണമെങ്കിൽ EMI തവണകളായിട്ട് പണം അടക്കുന്ന രീതിയിലും അവൈലബിൾ. താങ്ക് യു.